ഇന്നൊരു അടിപൊളി പുളിയവരക്കറിയാണ് കേട്ടോ. ഞങ്ങൾ ഈ പാലക്കാട്ടുകാർക്ക് പുളിയവരക്കറി, മുതിരക്കറി, വെള്ളപ്പയർ കറിയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതാണ് കേട്ടോ. അപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള പുളിയവരയൊക്കെ വറുത്ത് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ആദ്യം ഒന്ന് വേവിച്ചെടുത്ത വെള്ളം നമ്മൾ കളയും. എന്നിട്ടാണ് വീണ്ടും അതിലേക്ക് വെള്ളവും ഉള്ളിയും തക്കാളിയും മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ പയറുപ്പേരിയും ചൂരമീൻ വറുത്തതൊക്കെയാണ്. അപ്പോൾ മീൻ വറുക്കാനായിട്ട് ചട്ടിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പയറുപ്പേരി ഉണ്ടാക്കാനായിട്ട് മസാലയൊക്കെ വഴറ്റിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പയർ കഴുകി അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പുളിയവരക്കറിയെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നത് കഴിച്ചിട്ടാണ് കേട്ടോ. ഉമ്മ അടിപൊളിയായിട്ട് ഈ ഒരു പുളിയവരക്കറി വെക്കും. എന്താ അറിയില്ല, അത് വല്ലാത്ത ടേസ്റ്റാണ്. ഞാൻ വീട്ടിലിടയ്ക്ക് ലീവിനൊക്കെ പോകുമ്പോൾ ഞാൻ ഇമ്മാനെ കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി തരാൻ പറയും കേട്ടോ. ഈ ഒരു കറിയിലെ കത്തിരിക്കായോ മാങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആഹാ അടിപൊളിയാണ്. ആ ഒരു കറിയേ മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ കറിയും ഉപ്പേരിയും മീൻ വറുത്തൊക്കെ സെറ്റായി. ഇനി പാത്രങ്ങളൊക്കെ വേഗം കഴുകി വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ്. ചോറും കൊണ്ടാട്ടവും പയറുപ്പേരി ചൂരമീനും പുളിയവരക്കറിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ, സീ യു.